വീക്ഷണങ്ങളാണ് കാഴ്ചകൾക്ക് അർത്ഥം നൽകുന്നത്. വീക്ഷണങ്ങൾ വികലമാകാതിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് വിവാഹത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭവനം നമുക്ക് കാണാൻ സാധിക്കും. വിളിക്കപ്പെട്ടവർ ധാരാളം പേരുണ്ടായിരുന്നു. അതിലൊരാളെ മാത്രമായിരുന്നു പരിശുദ്ധ അമ്മ. എന്നാൽ ആ വീട്ടിലെ കുറവ് കാണാൻ കഴിഞ്ഞത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമായിരുന്നു. വന്നവൻ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ആ കുറവ് കണ്ടിട്ടുണ്ടായിരിക്കാം. കണ്ടവർക്കൊക്കെ ചിലപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നിയതേയില്ല. ഇനി തോന്നിയാൽ തന്നെ ഇനി ആരും ഇടപെടുത്തുമില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ആ കുറിവുകൾക്ക് മുന്നിൽ വെറുതെ നോക്കി നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അതവിടെ ഹൃദയത്തില് ഒരു മുള്ളു പോലെ പതിച്ചു. നസ്രത്തില് തന്നെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന യോസേപ്പ് പിതാവിനെ ഒരുപക്ഷെ അവൻ ഓർത്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് തന്റെ പുത്രന്റെ പക്കൽ ആ കുടുംബത്തിനു വേണ്ടി ഇടപെടുവാനും പ്രവർത്തിക്കുവാനും ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ അമ്മയെപ്പോലെ നമ്മുടെ കണ്ണുകളോ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനും നോക്കിക്കാണുവാനും ഇടയാകട്ടെ.